പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കർക്കിടക മാസത്തിലെ പത്തിലത്തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കർക്കിടക മാസം കഴിയാറായി. അപ്പോൾ നമ്മുടെ പത്തിലത്തോരൻ മിസ്സാക്കരുത് ആരും, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഇലകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. 10 ഇലകളാണ് ഇതിനു വേണ്ടിയിട്ട് ശേഖരിച്ച് വെച്ചേക്കുന്നത്. എല്ലാം സമാസമായിട്ട് എടുക്കണം. ആദ്യം തന്നെ കൊടുത്ത പറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പയറിൻ്റെ ഇലയുണ്ട്, പിന്നെ ചേമ്പിൻ്റെ തളിരിലയാണ് പറിച്ചെടുത്തേക്കുന്നത്, പിന്നെ ചേനയുടെ ഇല ഉണ്ട്, പിന്നെ വന്നിരിക്കുന്നത് കോവക്കേൻ്റെ ഇലയാണ്. ഇത് കോവക്കയുടെ ഇലയാണ്. പിന്നെ വന്നിരിക്കുന്നത് കുമ്പളത്തിൻ്റെ ഇല. ഇത്തവണ പച്ചക്കറിയൊക്കെ നട്ടിട്ടൊന്നും ഉണ്ടായില്ല, മഴ കാരണം എല്ലാം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുക്കള ചീര, പിന്നെ ഇത് സായാമിർസാണ് ഞാൻ പറയുന്നത്. പിന്നെ അടുത്ത് വന്നിരിക്കുന്നത് മത്തൻ്റെ ഇലയാണ്. പിന്നെ തവര ഇല ഉണ്ട്, തവരയുടെ ഇല. അപ്പോൾ അതൊക്കെ കുറച്ച് കുറച്ചേ കിട്ടിയുള്ളൂ. എന്നാലും നമ്മളെല്ലാം കൂടെ സമാസമം എടുക്കുക. എല്ലാം നമുക്കിനി ഒരു ബൗളിൽ മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കർക്കിടക മാസത്തിലെ ഈ പത്തിലത്തോരൻ ഇനി ആരും മിസ്സാക്കരുത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 10 ഇലകൾ കിട്ടിയില്ലെങ്കിലും ഒരു 5-8 ഇലകൾ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഗുണം വേറെ തന്നെയാണല്ലേ. അപ്പോൾ അത്രയും ഇലകൾ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്, ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനുണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ കുഞ്ഞുള്ളിയാണ് മുറിച്ച് വെച്ചേക്കുന്നത്, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങ ചിരകിയതും. ഇനി ഈ കുഞ്ഞുള്ളി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനു വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് ലേശം വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുക. അതിലേക്ക് ഈ ചുവന്നുള്ളിയല്ല കുഞ്ഞുള്ളി പിന്നെ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ അതൊരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴേക്കും നമുക്ക് ഇലകളിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് വഴങ്ങട്ടെ. അപ്പോൾ ഈ കർക്കിടക മാസം നമ്മുടെ ആരോഗ്യത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ പത്തിലത്തോരൻ. എല്ലാവർക്കും അറിയാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ആരും മിസ്സാക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇലകൾ അരിഞ്ഞ് വെച്ച ഇലകൾ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതിൽ ഞാൻ ചേർക്കാത്ത താളിൻ്റെ ഇലയൊക്കെ ഉണ്ട്, അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. അത് കാരണം താളിൻ്റെ ഇലയൊക്കെ ഞാൻ മിസ്സാക്കി. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇലകൾ കിട്ടുന്നത് അത് വെച്ച് 10 ഇലകൾ ഉണ്ടാക്കുക, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക. 10 ഇല കിട്ടുന്നില്ലെങ്കിൽ ഒരു 5-8 ഇലകളായാലും കുഴപ്പമില്ല. അത് വെച്ച് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ഇലകളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഒന്ന് അടച്ച് വേവിച്ചപ്പോൾ ഒട്ടും വെള്ളം ചേർത്തില്ല ഞാൻ, എന്നിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. കഴുകി ഊറ്റി വെച്ച ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും വെള്ളം ചേർക്കേണ്ടതില്ല, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മൊത്തം കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിതെല്ലാം നോക്കി ഉപ്പൊക്കെ നോക്കുന്നുണ്ട് ഇടയ്ക്ക്. എല്ലാം സെറ്റാക്കി വെച്ചു. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചിരുന്നാൽ മതി. തേങ്ങ ഒട്ടും വേവേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ തോരന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 10 തരം ഇലകൾക്ക് 10 തരം പോഷക സമൃദ്ധ മൂല്യമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും മൂല്യം ഒന്നിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പത്തിലത്തോരൻ ആരും മിസ്സാക്കരുത്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി എല്ലാവർക്കും ഉണ്ടാകാൻ വേണ്ടി ഈ പത്തിലത്തോരൻ ഉണ്ടാക്കി കഴിക്കണം, മസ്റ്റായിട്ട് കഴിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എന്തൊക്കെ ഇലകളുണ്ട് അത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് വറവിനാവശ്യമുള്ള കുറച്ച് അരിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, പുഴുങ്ങലരി ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് വാടി മൂത്തതിന് ശേഷമാണ് നമ്മളടുത്ത വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അരിയൊക്കെ നന്നായി പൊട്ടി വന്നാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് പൊട്ടട്ടെ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പത്തിലത്തോരൻ ആരും മിസ്സാക്കരുത്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഉണ്ടാക്കിയ ഈ പത്തിലത്തോരൻ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ വന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പത്തിലത്തോരൻ ഇഷ്ടമായി എങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.
ഇനി ആ പൊട്ടി വന്ന അരിയും വറ്റൽമുളകും നമുക്ക് ഈ ഇലത്തോരനിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ മറക്കണ്ട, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.